ഈ ഒരു തിരക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഊട്ടി പോലത്തെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് ഞാനുള്ളത് എന്ന്. എന്നാലല്ല, മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായിട്ടുള്ള മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ ഭാഗപാത്രമായിട്ടുള്ള ചൂരൽമല ടൗണിലാണ് കേട്ടോ ഉള്ളത്. ഇന്നിവിടുത്തെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ മാറിയിട്ട് ടൗൺ വരെ നമുക്ക് വാഹനവുമായിട്ട് വരാനുള്ള സാഹചര്യമുണ്ട്. സോഷ്യൽ മീഡിയകളിലൂടെയും അതുപോലെ ന്യൂസ് ചാനലുകളിലൊക്കെ മാത്രം കണ്ടിരുന്ന ഈ ഒരു പ്രദേശത്തിൻ്റെ കാഴ്ചകൾ നേരിട്ട് കാണുമ്പോഴാണ് പലർക്കും ഈ ഒരു ദുരന്തത്തിൻ്റെ യഥാർത്ഥ ഭീകരത മനസ്സിലാവുന്നത്. ബെയിലി പാലം വരെ വരാനുള്ള പ്രവേശനം ഇപ്പോൾ നമുക്കുള്ളൂ. മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പ്രദേശവാസികൾക്ക് ഒഴികെ ബാക്കി ആർക്കും പ്രവേശനം ഇപ്പോഴും ഇല്ല. ടൗണിനടുത്തായിട്ട് ഏത് നിമിഷവും നിലംപൊത്താനായി നിൽക്കുന്ന വീടുകളും അതുപോലെ തന്നെ വെള്ളാർമല സ്കൂളിൻ്റെ അടുത്ത് വന്ന് കിടക്കുന്ന വലിയ വലിയ ഉരുളം കല്ലുകളൊക്കെ കണ്ടാൽ മാത്രം മതി എന്തായിരുന്നു അന്നത്തെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ അവസ്ഥ എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ജീവിതത്തിൽ സാഹചര്യം കിട്ടുമ്പോൾ ഒരിക്കലൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. വേറെ ഒന്നിനുമല്ല, നമ്മളൊക്കെ ഈ ഒരു പ്രപഞ്ചത്തിന് മുമ്പിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇങ്ങനത്തെ ചില കാഴ്ചകൾ നമ്മൾ കാണേണ്ടതുണ്ട്.